ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മയായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പലരും തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും സഹനങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് പഴി പറഞ്ഞ് വളരെ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുമ്പോൾ അവർ അവരുടെ തന്നെ തുറന്ന വാതിലുകളെ അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും രക്ഷയുടെ അനുഭവം സ്വന്തമാക്കണമെന്നുമാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ചുങ്കക്കാരൻ എന്ന് വിളിക്കപ്പെടുന്ന പാപിയെന്ന് മുദ്രകുത്തപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ട സക്കേവൂസിന് യേശുവിനെ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹത്തിലേക്ക് ദൈവം തൻ്റെ ദയ ഒഴുക്കിയപ്പോൾ രക്ഷയുടെ അനുഭവം അദ്ദേഹം സ്വന്തമാക്കി. സ്നേഹമുള്ളവരെ, നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളിലേക്ക് ദൈവം തൻ്റെ ദയ ഒഴുക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. സങ്കീർത്തനം 145-ന്റെ 19-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുകയാണ്: തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു, അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നാം പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട്, യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചില വ്യക്തികളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ യേശുവിന് അവരുടെ ഉള്ളിലെ ആഗ്രഹം എന്താണെന്ന് അവർ തന്നെ പറഞ്ഞു കേൾക്കാൻ യേശു ആഗ്രഹിക്കുകയാണ്. നീ എന്താണ് ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും യേശുവിനോട് നാം പറയണം. നന്മയായിട്ടുള്ള ആഗ്രഹങ്ങൾ ഈശോ സാധിച്ചു തരുമെന്ന് വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് തരികയാണ്. കാരണം എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വചനം പറയുകയാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ ശക്തനായ ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ ശക്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് സുബോധമുണ്ടായി. ആ സുബോധം പരിശുദ്ധാത്മാവ് കൊടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് അവൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. അവൻ്റെ ഉള്ളിൽ ആഗ്രഹം ജനിക്കുകയാണ്, എനിക്കും പിതാവിൻ്റെ അടുത്തേക്ക് എത്തണം. ഉടനെ ആ ആഗ്രഹത്തിന് വേണ്ടി അവൻ തീക്ഷ്ണമായി പ്രവർത്തിക്കുകയാണ്. അവൻ എഴുന്നേറ്റു പിതാവിൻ്റെ അടുക്കിലേക്ക് നടന്നു. സ്നേഹമുള്ളവരെ, ഈ ആഗ്രഹത്തിന് വേണ്ടി നാം തീക്ഷ്ണമായി പ്രവർത്തിക്കുമ്പോൾ ദൈവം ആ ആഗ്രഹത്തിലേക്ക് കരുണ ചൊരിയുകയാണ്, അത് അനുഗ്രഹമാക്കി മാറ്റുകയാണ്. തുടർന്ന് ആ പിതാവ് പറയുന്നുണ്ട്, അവൻ മൃതനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിക്കുന്നു. അപ്പോൾ മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്ക് വരുവാനായിട്ട് നമ്മുടെ ആഗ്രഹത്തെ ദൈവം മാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവനിലേക്ക് പ്രവേശിക്കുവാൻ, ജീവൻ്റെ അനുഭവം സ്വന്തമാക്കണമെന്ന് ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 28-ാമത്തെ തിരുവചനം പറയുകയാണ്, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിന്റെ പാതകൾ പ്രകാശിക്കും. ദൈവത്തോട് രമ്യതയിലായിരുന്നുകൊണ്ട് നാം തീരുമാനിക്കുന്ന ഏത് കാര്യവും നമുക്ക് സാധിച്ചു കിട്ടുമെന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ തീക്ഷ്ണമായി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ആഗ്രഹിക്കണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നുണ്ട്. കൊറിന്തോസുകാർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം, എന്നാൽ അതിനേക്കാൾ കൂടുതലായി ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. പ്രത്യേകിച്ച് പ്രവചനവരത്തിന് വേണ്ടി തീക്ഷ്ണമായി നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് വചനം പറയുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കാൾ തീക്ഷ്ണമായി ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നുണ്ടോ? വിശുദ്ധിയിൽ ജീവിക്കുവാൻ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ, ശരണപ്പെടുവാനായിട്ട്, ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ, ഇങ്ങനെയുള്ള ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് നാം തീക്ഷ്ണമായി ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറയുകയാണ്, ക്രിസ്തു എൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടണമെന്ന് ഞാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹായുടെ ആത്മീയമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം അതുപോലെ നമുക്കുമുണ്ടാകട്ടെ. ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ആത്മീയമായിട്ടുള്ള പുണ്യങ്ങൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി നമുക്കും തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.